സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം BRC കൂവപ്പടിയുടെ ഭിന്നശേഷി ദിനാഘോഷം കൂവപ്പടി ബ്ലോക്ക് ഹാളിൽ വെച്ച് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. 100-ൽ പരം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത ആഘോഷത്തിൽ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൂവപ്പടി BBC ബിനിയത്ത് PH സ്വാഗതം പറഞ്ഞു. MLA അഡ്വക്കേറ്റ് എൽദോസ് P കുന്നിപ്പിള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കരുതൽ വേണ്ടത് ആർക്കാണ്? സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടോകോൾ വേണ്ടത് ആർക്കാണ്? നമ്മളെല്ലാം കാണുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു 45 മിനിറ്റ് നേരം എല്ലാ വാഹനങ്ങളും ടൗണിൽ നിർത്തി. കടന്നു പോകുന്നത് ആരാണ്? കടന്നു പോകുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയും കടന്നു പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ എല്ലാം റോഡുകൾ ഉപയോഗിച്ച് അവർ സകല പ്രോട്ടോകോളും കൂടി കടന്നു പോകുന്നു. ഏറ്റവും താഴെ ഭിന്നശേഷിയുള്ള ഒരു കുട്ടി, സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിവില്ലാത്ത ഒരാൾ, സ്വന്തമായി സംസാരിക്കാൻ പറ്റാത്ത ഒരുവൾ, കാഴ്ചശക്തിയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിൽ പിറന്ന കുട്ടി, അവർക്ക് എന്ത് പ്രോട്ടോകോളാണ് ഈ രാജ്യത്തുള്ളത്? യഥാർത്ഥത്തിൽ റോഡ് നിർത്തിയിടേണ്ടതും ജനങ്ങൾ മാറി നിൽക്കേണ്ടതും ഭിന്നശേഷിയുള്ള കുട്ടികൾ, ഭിന്നശേഷിയുള്ള ആളുകൾ കടന്നു പോകുമ്പോഴാണ് വേണ്ടത്. ആ ബോധ്യം ഇന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ ഒരു ട്രെയിൻ വന്ന് നിർത്തിയാൽ ആ ട്രെയിനിൽ ആദ്യം പ്രവേശിക്കുന്നത് ഭിന്നശേഷിയുള്ള ആളുകളായിരിക്കും. അതിനുശേഷം മറ്റുള്ളവർ പ്രവേശിക്കും. ഭിന്നശേഷിയുള്ള ഒരു കുട്ടി എങ്ങനെ ജീവിക്കും? ഞാൻ എല്ലാവരെയും ഭിന്നശേഷിയോ വിശേഷശേഷിയോ എന്ന് പറയുന്നില്ല. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ മനോജ് മൂത്തോട് വരുന്ന സ്ഥാനത്തിരുന്ന ആളാണ്. അന്ന് ഒരു 45 വയസ്സുള്ള ഒരാൾ കാലുകൾ രണ്ടും തളർന്നുപോയ ഒരാളാണ്. അയാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലിയില്ല, വരുമാനമില്ല, ആരോടെങ്കിലും ഒരു പണം ചോദിച്ചാൽ ഒരു ദിവസമേ ചോദിക്കാൻ പറ്റൂ, പക്ഷെ ജീവിതകാലത്തിൽ ജീവിക്കണ്ടേ? പ്രസിഡന്റ് ഒരു മുച്ചക്ര വാഹനം വാങ്ങിത്തന്നാണ്, ഞാൻ ലോട്ടറി വിറ്റ് ജീവിച്ചോളാം. മുച്ചക്ര വാഹനം എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്കൂട്ടറിൽ 2 വീലുകൾ ഘടിപ്പിച്ചിട്ടുള്ള മുച്ചക്ര വാഹനം. 60,000 രൂപയാണ് എൻ്റെ വില. എനിക്ക് വന്ന് നൽകാമോ? ഞങ്ങളന്ന് ഭിന്നശേഷിയുള്ള എല്ലാവരുടെയും അപേക്ഷ വാങ്ങി. ഈ ജില്ലയിൽ 2000 പേർക്കാണ് ഭിന്നശേഷിയുള്ള ആളുകൾക്കെല്ലാം സൗജന്യമായി മുച്ചക്രവാഹനം നൽകി, സ്നേഹവാഹനം എന്ന് പേരിട്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൽ 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. ഞങ്ങൾ 10 ലക്ഷം രൂപയ്ക്കും ഭിന്നശേഷിയുള്ള ആൾക്ക് വാഹനങ്ങൾ വാങ്ങിക്കൊടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യാതിഥിയായി. രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയകുമാർ NB, അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി, വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ്, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ്, ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ എന്നിവർ ആശംസകൾ നേർന്നു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ബാബു, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലതാഞ്ജലി മുരുകൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ജോബി ഐസക്, കൃഷ്ണൻകുട്ടി, രജിത ജയമോൻ എന്നിവരും പങ്കെടുത്തു. ഭിന്നശേഷി വാരാഘോഷത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ഭിന്നശേഷി കുട്ടികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ സന്ദേശങ്ങളും കലാരചനകളും അടങ്ങിയ ബിഗ് ക്യാൻവാസ് ശ്രദ്ധേയമായി. ഭിന്നശേഷി കുട്ടികൾക്ക് പൂർണ്ണമായും നേതൃത്വവും പ്രാധാന്യവും നൽകിക്കൊണ്ട് സ്പെഷ്യൽ അസംബ്ലി, ചിത്രരചനാ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുകയുണ്ടായി. ചിത്രരചനാ മത്സര വിജയികൾക്കും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കും MLA അഡ്വക്കേറ്റ് എൽദോസ് P കുന്നപ്പിള്ളിൽ അനുമോദനം നൽകി ആദരിച്ചു. കൂവപ്പടി BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ആശ രാമചന്ദ്രൻ നന്ദി പറഞ്ഞു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ, കളികൾ, സ്നേഹവിരുന്ന് എന്നിവയും ദിനത്തിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.